ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി ആൻഡ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ് നോക്കാം. ഓക്കെ, ഇനി എങ്ങനെയാണ് GST ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണത്, അതേപോലെ അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, എവറി രജിസ്റ്റേർഡ് പേഴ്സൺ ഈസ് റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഹിസ് ടാക്സ് ലയബിലിറ്റി ഓൺ എ മന്ത്ലി ബേസിസ് ബൈ സെറ്റിംഗ് ഓഫ് ദ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് against the outward tax liability. If there is any balance tax liability, the same is required to be paid to the government. There are 3 ledgers prescribed by the government that is required to be maintained by every taxpayer. അപ്പോൾ പറയുന്നുണ്ട്, എല്ലാ രജിസ്റ്റേർഡ് പേഴ്സണും അദ്ദേഹത്തിൻ്റെ ടാക്സ് ലയബിലിറ്റി കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, അത് മന്ത്ലി വൈസ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അതേപോലെ തന്നെ ഔട്ട്വേർഡ് ടാക്സ് ലയബിലിറ്റി ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇഫ് ദർ ഇസ് എനി ബാലൻസ് ടാക്സ് ലയബിലിറ്റി ദ സെയിം ഈസ് റിക്വയർഡ് ടു ബി പെയ്ഡ് ടു ദ ഗവൺമെൻറ്. അതേപോലെ തന്നെ എന്തെങ്കിലും ടാക്സ് ബാലൻസ് പേയ്മെൻറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം പേയ്മെൻറ്റ് നടത്തേണ്ടതുമാണ്, അല്ലേ? അപ്പം 3 വിധത്തിൽ 3 ലെഡ്ജേഴ്സ് സാധാരണ ഒരു ടാക്സ് പേയർ സാധാരണ ഗവൺമെൻറ്റിന് ടാക്സ് പേയ്മെൻറ്റ് നടത്താൻ ബാധ്യസ്ഥപ്പെട്ട ആൾക്കാർ ഈ പറയുന്ന രീതിയിലുള്ള കുറച്ച് ലെഡ്ജേഴ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും കീപ്പ് ചെയ്യണം. ആ ബുക്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. ഒന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, രണ്ടാമത്തെ പറയുന്നത് ഇലക്ട്രോണിക് ടാക്സ് ലയബിലിറ്റി ലെഡ്ജർ, മൂന്നാമത്തെ പറയുന്നത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. നോക്കുക, എല്ലാം ബുക്സാണ്, അല്ലേ? ലെഡ്ജേഴ്സാണ്. ലെഡ്ജേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ റെക്കോർഡ്സ് അല്ല, ഒക്കെ ഇലക്ട്രോണിക് റെക്കോർഡ്സ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്താണെന്ന് പറയുന്നുണ്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ വിൽ ഓൾസോ മെയിൻറ്റെയിൻഡ് ഓൺ ദ GST പോർട്ടൽ. അപ്പോൾ GST പോർട്ടലിലാണ് സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞു, ഓൺലൈനായിട്ടാണ് GST പേയ്മെൻറ്റ് നടത്തേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ GST പോർട്ടലിൽ തന്നെ അവർ ഏതാണോ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ടാക്സ് പെയർ വെച്ചാൽ അവരുടേതായ രീതിയിലുള്ള ഒരു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യണം. ഇറ്റ് വിൽ ഡിസ്പ്ലേ ദ ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ബൈ ദ ടാക്സ് പെയർ ടുവേർഡ്സ് discharge of his tax liability on interest or late fee or penalty or any other amounts. Also, it is now mandatory for business making payment for more than 10,000 to do it electronically. അപ്പോൾ പറയുന്നുണ്ട്, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ നമ്മൾ നേരത്തെ പറഞ്ഞു GST പോർട്ടലിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യണത്. അത് ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ബൈ ദ ടാക്സ് പെയർ ടുവേർഡ്സ് ഡിസ്ചാർജ്, അതിൽ എത്രത്തോളം നമ്മൾ ടോട്ടൽ ടാക്സ് പേയ്മെൻറ്റ് നടത്തി എന്നുള്ളതിൻ്റെ ഒരു സം ടോട്ടൽ എപ്പോഴും കാണിക്കാൻ പറ്റും അതിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ. അതേപോലെ തന്നെ നമുക്ക് എത്ര ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ, അതേപോലെ ലേറ്റ് ഫീ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, പെനാൽറ്റി എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് ഫസ്റ്റ് തന്നെ ഡിസ്പ്ലേയിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ 10,000 രൂപയിൽ കൂടുതൽ എന്ത് പേയ്മെൻറ്റ്സ് നടത്തുകയാണെന്ന് വെച്ചാലും അത് ഇലക്ട്രോണിക്കലി ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻസ് പേയ്മെൻറ്റ്സ് നടത്തേണ്ട എല്ലാ കാര്യങ്ങളും ഒരു GST പോർട്ടലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. ഇനി ഇലക്ട്രോണിക് ടാക്സ് ലയബിലിറ്റി ലെഡ്ജർ എന്താണ്? ദ ഇലക്ട്രോണിക് ടാക്സ് ലയബിലിറ്റി ലെഡ്ജർ ഷോസ് ദ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. ദിസ് ഡീറ്റെയിൽ ക്യാൻ ബി ആക്സസ് ഓൺ GST. അതേപോലെ തന്നെ പറയുന്നുണ്ട്, രജിസ്റ്റേർഡ് ടാക്സ് പേയറിൻ്റെ GST ടാക്സ് പോർട്ടലിൽ അദ്ദേഹത്തിന് ടോട്ടൽ എത്രയാണ് ഇനി ബാധ്യത ഉള്ളത് എന്നുള്ളത് കാണിക്കുന്ന സെഗ്മെൻറ്റാണ് ഈ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി ലെഡ്ജർ. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇനി ഗവൺമെൻറ്റിന് പേയ്മെൻറ്റ് ഡ്യൂ ഉണ്ട് അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇതേപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഓൺ ചെയ്താൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇലക്ട്രോണിക് ടാക്സ് ലയബിലിറ്റി. പിന്നെ പറയുന്നത് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറാണ്. ക്രെഡിറ്റ് ലെഡ്ജർ പറഞ്ഞത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെൽഫ് അസസ്ഡ് ഇൻ ദ റിട്ടേൺ ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. സിംപ്ലി ഓൾ ദ ടാക്സസ് പെയ്ഡ് ഓൺ ദ ഇൻപുട്ട് വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗവൺമെൻറ് പേയ്മെൻറ്റ് നടത്തിയത് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് ഈ പറഞ്ഞ ടാക്സ് ക്രെഡിറ്റ്, അല്ലേ? ആദ്യം നമ്മൾ ഇൻപുട്ടിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ട് ഔട്ട്പുട്ടിന് നമുക്ക് തിരിച്ച് തരണം. ഔട്ട്പുട്ടിൻ്റെ കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ അത് നമുക്ക് തിരിച്ച് കിട്ടുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന ലെഡ്ജറാണ് ഈ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ. അപ്പോൾ നമ്മൾ ആദ്യം ഗവൺമെൻറ്റിന് എത്രത്തോളം പേയ്മെൻറ്റ് നടത്താനുണ്ടെന്നുള്ളതും
നമ്മുടെ ബാധ്യത എത്രയെന്നുള്ളതും അതേപോലെ ഗവൺമെൻറ്റിൽ നിന്ന് റിട്ടേൺ കിട്ടിയ ടാക്സ് ക്രെഡിറ്റ് എത്രയെന്നുള്ളതും കാണിക്കാൻ വേണ്ടിയുള്ള 3 ലെഡ്ജേഴ്സാണിത് പറയുന്നത്. ഓക്കെ. പിന്നെ ഇനി റൂൾ ഫോർ സെറ്റ് ഓഫ് ITC, ഇൻകം ടാക്സ് ക്രെഡിറ്റ്, ആ പേയ്മെൻറ്റ് നമുക്ക് എങ്ങനെയാണ് അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു, IGSTയുടെ കേസിലാണ് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഔട്ട്പുട്ട് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് IGST, ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് CGST, ഔട്ട്പുട്ട് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് SGST ഓർ UTGST ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലെ പേയ്മെൻറ്റ് നടത്തുക എങ്ങനെയെന്നാണ് പറയുന്നത്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് IGST എന്ന് പറയുന്നത് എന്താണെന്ന്, അത് IGSTയും അതേപോലെ തന്നെ രണ്ടാമത്തെ പറഞ്ഞ ഔട്ട്പുട്ട് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് IGST, ഔട്ട്പുട്ട് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് CGST, അതേപോലെ SGSTയുടെയും UTGSTയുടെയും ഇൻ എനി ഓർഡർ ആൻഡ് ഇൻ എനി പ്രൊപ്പോർഷൻ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം IGST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൻ്റെ മുകളിലുള്ളത് IGST ആദ്യം പേയ്മെൻറ്റ് നടത്തണം. അതിനുശേഷം ആദ്യം ചെയ്യേണ്ടത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് IGSTയുടെയാണ് ആദ്യം തീർക്കേണ്ടത്. എന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ടത് ഔട്ട്പുട്ട് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് CGST, പിന്നെ SGST ഓർ UTGST. മൂന്നാമത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് ടാക്സ് ടു ബി കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് മാൻഡേറ്ററി. പിന്നെ മൂന്നാമത് കൊടുക്കുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഓൺ ഇൻ്റഗ്രേറ്റഡ് ടാക്സാണ് കൊടുക്കേണ്ടത്. പിന്നെ നാലാമത് വരുന്നത് CGST, അഞ്ചാമത് വരുന്നത് CGST, ആറാമത് ഔട്ട്പുട്ട് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് CGST. ഓക്കെ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഡിഡക്ഷൻ അറ്റ് സോഴ്സിൽ പറയുന്നുണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് പറഞ്ഞാൽ അതിൻ്റെ ഷോർട്ട് ഫോമാണ് TDS. is one of the ways to collect tax based on certain percentage on the amount payable by the receiver on goods or services. The collected tax is a revenue for the government. Following are the payment parties who are liable to deduct tax. അപ്പോൾ TDS എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, എപ്പോഴും ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡാണ്. നമ്മൾ എവിടെയാണോ ഇൻകം ഏൺ ചെയ്യുന്നത് അതേ സ്പോട്ടിൽ തന്നെ അതിൻ്റെ ടാക്സും കളക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പറഞ്ഞ TDS. ഫോളോയിങ് ആർ ദ പാർട്ടീസ് ഹു ആർ ലയബിൾ ടു ഡിഡക്റ്റ് ടാക്സ്. അപ്പോൾ ഈ പറഞ്ഞ പാർട്ടീസിനൊക്കെ TDS കളക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. എ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ആൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് ഈ പറഞ്ഞ TDS കളക്ട് ചെയ്യാൻ പറ്റും ഡയറക്റ്റ്ലി. പിന്നെ ലോക്കൽ അതോറിറ്റീസ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അങ്ങനത്തെ ആ ഒരു സെഗ്മെൻറ്റിൽപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനിൽ, പിന്നെ ഗവൺമെൻറ് ഏജൻസീസിന് ചെയ്യാൻ പറ്റും. പിന്നെ സച്ച് നോട്ടിഫൈഡ് കാറ്റഗറീസ് ഓഫ് സ്പെസിഫൈഡ് കാറ്റഗറി നെയിംലി. പിന്നെ ഈ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് കാറ്റഗറിയിൽപ്പെട്ട കാറ്റഗറൈസ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, അതായത് പറയുന്നുണ്ട് an authority or a board or any other body which has been set up by parliament or a state legislature or by a government with 51% equity owned by the government. പിന്നെ പറയുന്നുണ്ട് ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ 50% കൺട്രോളുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ എ സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ ഓർ എനി സ്റ്റേറ്റ് ഗവൺമെൻറ് or local authority or any other state society is registered under the Societies Registration Act 1860. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിലുള്ള ഏതെങ്കിലും സൊസൈറ്റിയിൽ, അതായത് 1860 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും സൊസൈറ്റിക്കും ഇതേപോലെ TDS കളക്ട് ചെയ്യാം. പിന്നെ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, പിന്നെ പറഞ്ഞ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിനും ഇതേപോലെ തന്നെ TDS കളക്ട് ചെയ്യാം. ഓക്കെ. TDS is to be deducted at the rate of 2% on the payments made to the supplier or of taxable goods and services where the total value of such a supply under an individual contract exceeds 2,50,000 rupees. അപ്പോൾ 2%
2,50,000 മുകളിലുള്ള എല്ലാത്തിനും TDS നമുക്ക് ഇതേപോലെ തന്നെ 2% കളക്ട് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം അത് കളക്ട് ചെയ്തുകൊണ്ട് TDS ഷാൽ ബി പെയ്ഡ് വിത്തിൻ 10 days ഫ്രം ദ എൻഡ് ഓഫ് ദ മന്ത്. ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ കിട്ടിയ കളക്ട് ചെയ്ത എമൗണ്ട് എല്ലാം GSTR 7 ആ ഫോമിൽ രജിസ്റ്റർ ചെയ്ത് ഗവൺമെൻറ്റിന് അത് പേയ്മെൻറ്റ് നടത്തണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു TDS സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ പേഴ്സൺ ഡിഡക്റ്റിംഗ് ദ ടാക്സ് ഹാസ് ടു ഇഷ്യൂ ദ TDS സർട്ടിഫിക്കറ്റ് ഇൻ ദ ഫോം ഓഫ് GSTR 7A. GSTR 7A പ്രകാരം ഒരു ഫോമിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ TDS കളക്ട് ചെയ്യാൻ യോഗ്യതപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് വെച്ചാൽ അത് ഗവൺമെൻറ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് 5 ദിവസത്തിനുള്ളിൽ ആ ടാക്സ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട 5 ദിവസത്തിനുള്ളിൽ ഗവൺമെൻറ് കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കണം. അത് ലേറ്റ് ഫീ ഓഫ് ₹100 പെർ ഡേ അപ് ടു മാക്സിമം 5,000 വിൽ ബി ചാർജ്. ഈ പറഞ്ഞ രീതിയിൽ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടില്ലെങ്കിൽ എത്ര ദിവസമാണ് നമ്മൾ ലേറ്റ് ആക്കുന്നത് ആ ദിവസം ഒരു ദിവസത്തിന് ₹100 വെച്ചിട്ട് മാക്സിമം 5,000 വരെ പിടിക്കാനുള്ള ഗവൺമെൻറ്റിന് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് TDS സർട്ടിഫിക്കറ്റ്. പിന്നെ ട്രാൻസ്ഫർ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. എങ്ങനെയാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുക? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലൈങ് ഇൻ ദ ഇലക്ട്രോണിക് ലെഡ്ജർ ഓഫ് എ ബിസിനസ് ക്യാൻ ബി transferred to new business as going concern. All the companies transferring their business under GST will need to furnish the particulars in the form of GST ITC 02 through the common portal along with the request for transferring the unutilized input tax credit to the electronic ledger of the transferee. ഇനി ഇതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമ്മൾ ഓൺഗോയിങ് ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇലക്ട്രോണിക് ലെഡ്ജറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ GST ഫർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ പോർട്ടൽ GSTയുടെ ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് 02 എന്നുള്ള പോർട്ടൽ വഴി നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന ടാക്സ് ക്രെഡിറ്റ് ആ ട്രാൻസ്ഫറിക്ക് പേയ്മെൻറ്റ് നടത്താം എന്നാണ് പറയുന്നത്. A copy of the certificate issued by the practicing chartered account or cost account is required if the ITC exceeds 2 lakh. 2 ലക്ഷത്തിൽ കൂടുതലാണ് നമുക്ക് ഈ ഒരു ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരുന്നതെങ്കിൽ അത് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് സർട്ടിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി റീഫണ്ട് ഓഫ് ടാക്സ് ഉണ്ട്, ഡിമാൻഡ്സ് ആൻഡ് റിക്കവറി അണ്ടർ GST ഉണ്ട്. ഓക്കെ, അതേപോലെ നോൺ പെനാൽറ്റിയും അതിൻ്റെ നോട്ടീസസും പറയുന്നുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.